നമുക്കറിയാം മലപ്പുറത്ത് കേരളത്തിന്റെ മഹാകുംഭമേള നടക്കുന്ന സാഹചര്യമുണ്ട്. തിരുനാവായയിലെ മഹാമാഘവേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം പ്രമുഖ BJP നേതാക്കളുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഹാമാഘം തിരുനാവായയുടെ തീരത്ത് നടക്കുകയാണ്. ലക്ഷങ്ങൾ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. ആ വേദിയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. സമസ്ത വിഘ്ന നിവാരണാർത്ഥം ആചാര്യമുഖേന മഹാഗണപതി ഭവനം CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, വലിയ ജനപങ്കാളിത്തമുണ്ട് മേളയുമായി ബന്ധപ്പെട്ട്. ഇന്നും സമാനമായി തന്നെ വിശ്വാസികളുടെ ഒഴുക്കാണോ അങ്ങോട്ടേക്ക്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മളുള്ളത് തവനൂരിലെ മഹാമാഘവേദിയുടെ ഗണപതി ഹോമം നടക്കുന്ന ഇടത്താണ്. ഇവിടെ അമൃതാനന്ദമയി മഠമാണ് ഇവിടെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള ആൽമര ചുവട്ടിലാണ് ഈ ഒരു ഗണപതി ഹോമം നടക്കുന്നത്. അവിടേക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം BJP നേതാക്കളുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ഒരു ജനപ്രവാഹമായിട്ട് ഇവിടെ സാഹചര്യങ്ങൾ മാറുന്നത്. നീളാനദിയുടെ ഭാരതപ്പുഴയുടെ ഇരുകരകളുമായിട്ട് നടക്കുന്ന ഈ ഒരു മഹാമാഘത്തിലേക്ക് വൈകുന്നേരങ്ങളിൽ ജനലക്ഷങ്ങളാണ് അതിനോടൊപ്പം പൂജകളിലും ഒക്കെ പങ്കെടുക്കുവാനും അതേപോലെ ജലാസ്നാനം നിർവഹിക്കുവാനും ഒക്കെ ജനലക്ഷങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇനി 4 ദിവസം കൂടിയാണ് ഈ ഒരു മഹാമാഘമേളയുള്ള ഫെബ്രുവരി 3-ാം തീയതിയാണ് സമാപിക്കുക. ഇനിയുള്ള 3 ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളും ചടങ്ങുകളും ഒക്കെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിനും വലിയ ഒരു ജനത്തിരക്ക് തന്നെ ഇവിടേക്ക് ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത്. ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ഒരു പ്രചാരണം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ തന്നെ എത്തിയിരുന്നു. 271 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതപ്പുഴ തിരുനാവായ ഒരു മഹാമാഘത്തിന് വേദിയാകുന്നത്. ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ നിൽക്കുന്ന ഇടത്ത്. ബ്രഹ്മക്ഷേത്രവും ഇതിന് തൊട്ടടുത്ത് ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഈ പുഴയുടെ മറുകരയിലാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രവും ഉള്ളത്. അങ്ങനെ ഐതിഹ്യപ്രകാരം ബ്രഹ്മാവ് യാഗം നടത്തിയ ഭൂമിയാണ് താപസ് എന്ന് പറയുന്ന തവനൂരായി മാറിയതെന്നാണ് സങ്കല്പം. ആ യാഗം നടന്നത് മാഘമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ തിരുനാവായ തവനൂർ മാഘമാസത്തിൽ നടത്തുന്ന ചടങ്ങുകൾക്ക് ഏറെ വൈശിഷ്ട്യമുണ്ട്. ഭാരതപ്പുഴ ഗംഗാ നദിക്ക് സമാനമാകുന്നു. ഭാരതപ്പുഴയിൽ ഒരു സപ്തമത്തിലുള്ള സാന്നിധ്യം ഉണ്ടാകുന്നു. അതേറെ സ്നാനം ഏറെ പുണ്യദായകമാണ്. സുരേഷ് ഗോപി അടക്കം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ പ്രാർത്ഥനാ ജപങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ സന്യാസിമാരുടെ സാന്നിധ്യമുണ്ട്. മാതാ അമൃതാനന്ദമയി മഠമാണ് പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമൃതാനന്ദമഠത്തിലെ മുഖ്യസ്വാമി ഇപ്പോൾ അവിടെ സന്നിഹിതനാണ്. അശേഷജനമോഹിനീം മരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമോഭാസുരാം ജപവിദോസ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷി ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിവിരാവൃതാം മയൂഖൈരഘവിത്തേവ ഓം പരാശക്തി നമഃ. ഓം പരാശക്തി നമഃ. ഓം പരാശക്തി നമഃ. ഓം പരാശക്തി നമഃ. ഓം പരാശക്തി
പരാശക്തി നമഃ. ഓം പരാശക്തി ഓം നമഃ. കകാരരൂപായി നമഃ. ഓം പരാശക്തി ഓം നമഃ. കല്യാണ്യൈ നമഃ. ഓം പരാശക്തി ഓം നമഃ. കല്യാണഗുണശാലിന്യൈ നമഃ. ഓം ഓം പരാശക്തി കല്യാണശൈലനിലയായി നമഃ. ഓം പരാശക്തി ഓം നമഃ. കമനീയായി നമഃ. ഓം പരാശക്തി ഓം നമഃ. കലാവത്യൈ നമഃ. ഓം പരാശക്തി ഓം നമഃ. കമലാക്ഷി നമഃ. ഓം പരാശക്തി ഓം നമഃ. കന്മഷഘ്നി നമഃ. ഓം പരാശക്തി ഓം കരുണാമൃതസാഗരായി നമഃ. ഓം ഓം പരാശക്തി കദംബഗാനനവാസായി നമഃ. ഓം പരാശക്തി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മുകളിലാണ് തിരുനാവായ മഹാമഖം നടക്കുന്നതെന്ന് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ ന്യൂസ് 18 പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവരുടെ സംരക്ഷണ ചുമതല ജില്ലാ ഭരണകൂടത്തിനുണ്ടെന്നും സ്വാമി പറഞ്ഞു. 2028 തിരുനാവായ മഹാകുംഭമേള നടക്കുമെന്നും മഹാമാഘ ഉത്സവം ദേവസ്വം മന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് തിരക്ക് ഉണ്ടായതുകൊണ്ടാകാം എത്തിച്ചേരാൻ കഴിയാത്തതെന്നും സ്വാമി ആനന്ദവനം ഭാരതി അഭിപ്രായപ്പെട്ടു.